ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം നില ബ്രിജീഷ്. ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പൊ നമുക്ക് പോവാം. പോണ വഴി നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ എടുക്കാനുണ്ട്. അവരൊക്കെ പിക്ക് ചെയ്ത് യാത്ര തുടങ്ങാം. സൂപ്പറായിട്ട്. പോണ വഴിയിൽ അമ്മ പറഞ്ഞു ചായ കുടിക്കാന്ന്. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി കേറി. ഇവിടെയാണ് കേറിയത്. ചായക്കെന്ത് കടി? സമൂസ. എനിക്കോ കോതകുളം ബീച്ചിലാണ് കോതകുളം ബീച്ചിലാണ് മാഫാം ഉള്ളത്. ഞാൻ ആ പിറ്റേട്ടന്റെ ശ്രുതിന്റെയും വീട്ടില് വെള്ളം കുടിക്കുക. ഇനി ഇവരായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. മേമയും അമ്മാമ്മയും പാപ്പനായിട്ടാണ് നമ്മൾ പോകുന്നത്. കൂടെ മക്കളും ഉണ്ടിട്ടാ. അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇക്കമ്മയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോ ഞാൻ നേരെ ഉണ്ണീനായിട്ട് കളിക്കാൻ ഇറങ്ങി. ആ നേരത്ത് അച്ഛനും അമ്മയും അവിടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കണ്ടായിരുന്നു. അച്ചായി വന്ന് കുഞ്ഞപ്പൻ്റെ അടുത്തോണ്ടായിട്ട് കുഞ്ഞപ്പൻ നല്ല കളിയായിരുന്നു. നോക്കിയേ, ഇവിടൊക്കെ കണ്ട നിറച്ച് റബ്ബർ തോട്ടങ്ങളാ. നോക്കിയേ, ഇത് കഴിഞ്ഞിട്ട് കീഴിലെന്ന് പറഞ്ഞ സ്ഥലമാണിത്. നോക്കി, ഇവിടെ ജാതി കൃഷിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഇക്കമ്മയുടെ ഉണ്ണിനെ കാണാൻ വേണ്ടിട്ടാ. ഇക്കമ്മയുടെ ഉണ്ണി ആഴ്ചവേ ശബരിമലയ്ക്ക് പോവാണ്. അതുകൊണ്ട് ഉണ്ണിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ഉണ്ണിനെ കാണണ്ടേ? ബാ, ഞാൻ കാണിച്ചത്. ഈ ഉണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എത്ര ദൂരം വന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ആശുവിന് ആദ്യം ഒരു നാണക്കേട്, പിന്നെ ഓക്കെ കണ്ടപ്പോ ആദ്യം ആശു വാങ്ങിക്കാൻ മടിച്ചു, പിന്നെ വാങ്ങി. ബാക്കി ഇതാണ് കാപ്പിക്കൂര്. ഇതിന്റെ മരാണ് ഇത്. കൊറേ സാധനങ്ങൾ ഇക്കമ്മയുടെ വീട്ടില് ചുറ്റും കൃഷിയാണ്. അത് കാണാൻ വേണ്ടിട്ടാ ഞങ്ങൾ പോണേ. ജാതിക്ക തൈയാണ് കാണുന്നത്. സൂപ്പറായിട്ടില്ലേ? അപ്പുറത്തേക്ക് പോവാൻ നോക്കിയപ്പോ ഒരു തോടുണ്ടായിരുന്നു കേട്ടാ. പേടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇക്കമ്മയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇക്കമ്മായി ഓരോരുത്തരുടെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് നടത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നടന്നു പോയി. ആ തോട്ടിൽ ഒഴുകിയിരുന്ന വെള്ളം നല്ല വെള്ളം, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ദാണ്ട ഒരു ചക്ക. ഇതാണ് കൊക്കമരം. ഇതുകൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. മഴ വരുന്നുണ്ട്. പറഞ്ഞ മഴ വരുന്നുണ്ട്. വായോ, നോക്കിയ ഇവിടെ ഒരു വാഴ വീണെടുക്കണ. അത് നോക്കിയ കായക്കൊല. കുരുമുളക് കൃഷിയൊക്കെ കണ്ടിട്ട് ഇവിടെ കണ്ട ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പാടം കാണാൻ വേണ്ടിട്ട് പോവാട്ടാ. പാടം അടിപൊളി വൈബ് സ്ഥലമായിരുന്നു. എങ്ങനെയുണ്ട് നോക്കിയേ? പാടത്തിന്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾക്ക് സെൽഫി എടുക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സെൽഫി എടുത്തു. എങ്ങനെയുണ്ട് സെൽഫി? സൂപ്പറായില്ലേ? അവിടുന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ നോക്കിയപ്പോ അച്ഛനെ കാണില്ലേ. അപ്പം നോക്കിയപ്പോ ബൈക്കിന്റെ പിറകെ നിന്ന് വീഡിയോ എടുക്കണ ഞങ്ങളെ. ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇക്കമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിട്ടാ. കോണിപ്പടി കണ്ടപ്പോ എനിക്കിഷ്ടായി. ഞാനൊന്ന് കേറി നോക്കിട്ടാ. അന്നേരത്തെ അമ്മച്ചി നിറച്ച് പലഹാരങ്ങളായിട്ട് ടേബിൾ കൊണ്ട് വെക്കണ്ടായിരുന്നു. കൊണ്ടുവച്ച നേരത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. അല്ലാതെ ഓരോന്നെടുത്ത് കഴിച്ചു തുടങ്ങി എല്ലാവരും. ഒത്തിരി പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പടയായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ എത്തി. അതും പാടം തന്നെയായിരുന്നു. പാടൊക്കെ കണ്ടതിന് ശേഷം നേരെ എത്തി. ഞങ്ങൾ വേഗം ഇക്കമ്മയുടെ വീട്ടിലേക്ക് പോയി. ഇക്കമ്മായി അവിടുത്തെ കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു കിട്ടു. അതിന് ശേഷം ഞങ്ങളൊക്കെ പോരുന്നത് കണ്ടിട്ട് ഇക്കമ്മയ്ക്ക് വിഷമായി. ഇക്കമ്മായി കരഞ്ഞു. എല്ലാവരോടും രാത്രി പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു.